അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മൾ പറയുന്നത്, ഇന്നലെ നമ്മൾ പറഞ്ഞു സ്ത്രീകളുടെ നല്ല അടയാളങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഒരു പുരുഷൻ്റെ യഥാർത്ഥ മഹത്വം സമ്പത്തിലോ സ്ഥാനത്തിലോ അല്ല, മറിച്ച് അവൻ്റെ ഈമാനിലും സ്വഭാവത്തിലുമാണ്. ഇന്ന് ഖുർആനും സ്വഹീഹ് ഹദീസുകളും പഠിപ്പിക്കുന്ന അടിസ്ഥാനത്തിൽ ഒരു നല്ല മുസ്ലിം പുരുഷൻ്റെ പ്രധാന ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇന്നലെ നമ്മൾ സ്ത്രീയുടെ 10 അടയാളങ്ങൾ നമ്മൾ പഠിച്ചുല്ലേ. അപ്പോൾ ഇന്ന് നല്ലൊരു പുരുഷൻ്റെ 10 ഗുണങ്ങൾ ഇസ്ലാമിക വീക്ഷണത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത്, അള്ളാഹുവിനെ ഭയപ്പെടുന്നവന് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ അനുസരിക്കാൻ ശ്രമിക്കുന്നു. 2, 5 നേര നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു, ഇബാദത്തിന് പ്രാധാന്യം നൽകുന്നു. 3, സത്യസന്ധനാണ്, കള്ളം പറയുകയും വഞ്ചിക്കുകയും ചെയ്യില്ല. 4, ഭാര്യയോടും കുടുംബത്തോടും നല്ല രീതിയിൽ പെരുമാറുന്നു, കരുണയും സ്നേഹവും കാണിക്കുന്നു. 5, ഹലാൽ മാർഗത്തിലൂടെ ഉപജീവനം തേടുന്നു, ഹറാം വരുമാനം ഒഴിവാക്കുന്നു. 6, കോപം നിയന്ത്രിക്കുന്നു, ക്ഷമയും സൗമ്യതയും പാലിക്കുന്നു. 7, വാഗ്ദാനങ്ങൾ പാലിക്കുന്നു, വിശ്വസ്തതയുള്ള വ്യക്തിയാണ്. ഞാൻ വായിച്ചപ്പോൾ ഒന്ന് തെറ്റിയതാട്ടോ. 8, ദാനധർമ്മം ചെയ്യുന്നു, കഴിയുന്നത്ര മറ്റുള്ളവരെ സഹായിക്കുന്നു. 9, വിനയമുള്ളവനാണ്, അഹങ്കാരം ഒഴിവാക്കുന്നു. 10, നല്ല സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നു, അതായത് നാവിനെയും പെരുമാറ്റത്തെയും സൂക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു പുരുഷനുണ്ടായിരിക്കേണ്ട 10 ഗുണങ്ങൾ ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് ഒരു പുരുഷൻ്റെ മഹത്വം അവൻ്റെ സമ്പത്തിലോ സൗന്ദര്യത്തിലോ അല്ല, മറിച്ച് അവൻ്റെ ഈമാനും സ്വഭാവവും അള്ളാഹുവിനോടുള്ള അനുസരണവുമാണ് അവനെ മഹാനാക്കുന്നത്. ഇന്ന് ഖുർആനും സ്വഹീഹ് ഹദീസുകളും പഠിപ്പിക്കുന്ന അടിസ്ഥാനത്തിൽ ഒരു നല്ല മുസ്ലിം പുരുഷൻ്റെ പ്രധാനപ്പെട്ട 10 ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അത് നമ്മളിലുണ്ടോയെന്ന് സ്വയം ചിന്തിച്ച് സ്വയം വിലയിരുത്തി നോക്കുക. നമ്മൾ സ്ത്രീകളാണല്ലോ, അപ്പോൾ നമ്മളെ പുരുഷന്മാർക്ക്, നമ്മുടെ ഭർത്താക്കന്മാർക്ക്, നമ്മളെ വീട്ടിലുള്ളവർക്ക് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടോയെന്ന് നമ്മളൊന്ന് വീക്ഷിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.